എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവിത വായിച്ചു, അർത്ഥവും മനസ്സിലാക്കിയല്ലേ. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം. കവിതയുടെ പേര് പുൽഭനീധി മാ. കവിയാരായിരുന്നു? നരേന്ദ്ര പുണ്ടരീക്. ഇദ്ദേഹം സ്വന്തം അമ്മയോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ കവിത എഴുതിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അമ്മമാർക്ക് വലിയ സ്ഥാനമുണ്ടല്ലേ. എല്ലാ അമ്മമാരും തൻ്റെ മക്കളെ വളരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്നു. പക്ഷേ പലപ്പോഴും മക്കൾ എന്തു ചെയ്യുന്നു? അമ്മമാരൊരു ഭാരമായി കണ്ട് വൃദ്ധസദനങ്ങളിലും മറ്റും കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യരുത്. കാരണം അവർ ഇല്ലാതായി കഴിയുമ്പോഴാണ് നമ്മൾ അവരുടെ വില മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് കവി നമ്മളെ ഈ കവിതയിലൂടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാമല്ലേ. പല രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട്. വരി തന്ന് ആശയം എഴുതാൻ പറയാറുണ്ട്. ഓരോ വരി വായിച്ച് നമ്മളതിൻ്റെ ആശയം മനസ്സിലാക്കിയിരുന്നു. മറ്റൊരു രീതി വൺ വേർഡായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹം ഭായിയോं के बीच पुल बनी थी माँ, यहाँ ഹം കിസ്കാ സൂചക് ഹെ. ഈ വരികളിലെ ഹം എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം എന്താ? ബേട്ടോ കാ സൂചക് ഹെ. മറ്റൊരു ചോദ്യം നോക്കാം. ഹാത്തോ ഹാത്ത് രഹ്തി മാ एक दिन हमारे कंधों में आ गई, यहाँ कंधों में आना उसके मतलब क्या है? कंधों में आना ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ജിമ്മേദാരി ആന, യാനി ജിമ്മേദാരി ബേട്ടോം പർ ആ ഗയി, ഉത്തരവാദിത്വം മക്കളിൽ വന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹമാരേ കന്തോ സേ ഉതർ ഗയി മാ, യഹാ കന്തോ സേ ഉതർ ജാന ഉസ്കാ മത്ലബ് ക്യാ ഹെ? കന്തോ സേ ഉതർ ജാന അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മൃത്യു ഹോ ഗയി. മാ കെ കന്തോ സേ ഉതർത്തേ ഹി उतर गए हमारे कंधे उसका मतलब क्या है? ഇതിൻ്റെ മത്ലബ് അർത്ഥം എന്താണ്? ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബേട്ടെ ബേസഹാരെ ബനെ. ഇതുപോലെ തന്നെ ആശയം തന്ന് വരികൾ കണ്ടെത്താൻ പറയാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ചോദ്യം: ലിഖേ निम्नलिखित आशय कविता की किन किन पंक्तियों में है? താഴെ കൊടുത്തിരിക്കുന്ന ആശയങ്ങൾ കവിതയിലെ ഏത് പാരഗ്രാഫിലാണ്, ഏത് വരികളിലാണ് ഉള്ളത് എന്നാണ് ചോദ്യം. ഓരോന്നായിട്ട് നോക്കാം. ബേട്ടോ കാ ജീവൻ ബേരോക് ടോക് ചൽത്തി ഗാഡി കെ സമാൻ രഹാ. കുട്ടികളുടെ ജീവിതം ബേരോക് ടോക് ചൽത്തി ഗാഡി, തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന വാഹനത്തെ പോലെ, കെ സമാൻ ഹെ അതിന് സമാനമാണ്, പോലെയാണ്. ഈ വരികൾ, ഈ ഒരു ആശയം ഏത് വരികളിലാണ് പറയുന്നത്? ഒന്നാമത്തെ പാരഗ്രാഫിലാണല്ലേ. ജിസ്മേ ആയേ ദിൻ ദോഡ്തി രഹ്തി ധീ ഭേദടക് बिना किसी हरीलाल बत्ती के हम लोगों की झुक झुक जग जग. രണ്ടാമത്തെ ആശയം നോക്കാം. മാ की देखभाल की जिम्मेदारी बेटों पर आ गई. അമ്മയുടെ ദേഖ്ഭാൽ, അമ്മയെ പരിപാലിക്കേണ്ട ജിമ്മേദാരി ഉത്തരവാദിത്വം ബേട്ടോം പർ ആ ഗയി മക്കൾക്കായി. ഈ ആശയം വരുന്ന വരികൾ ഏതായിരുന്നു? ഹാത്തോ ഹാത്ത് രഹ്തി മാ
एक दिन हमारे कंधों में आ गई. മൂന്നാമത്തെ ആശയം എന്താ? ബേട്ടെ അപ്നെ ദായിത്വ ബദൽത്തെ രഹേ. ബേട്ടെ അപ്നെ ദായിത്വ ബദൽത്തെ രഹേ. എന്താണ്? മക്കൾ അവരുടെ ഉത്തരവാദിത്വം മാറ്റിക്കൊണ്ടിരുന്നു. ഈ ആശയം വരുന്ന വരികൾ ഏതായിരുന്നു? ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽത്തെ രഹേ അപ്നെ കന്ദേ. അവസാനത്തെ ആശയം നോക്കാം. മാ കെ ചലേ ജാനേ സെ ബേട്ടെ ബേസഹാരെ ബനെ. അമ്മയുടെ ചലേ ജാനേ സെ, അമ്മ പോയതോടുകൂടി, മാ കെ ഗുസർ ജാനേ സെ ബേട്ടെ ബേസഹാരെ ബനെ. മക്കൾ നിരാശ്രയരായി മാറി, ആശ്രയമില്ലാതെയായി. അമ്മ മരണപ്പെട്ടതോടുകൂടി മക്കൾക്ക് ആശ്രയമില്ലാതെയായി. ഈ ഒരു ആശയം വരുന്ന വരികൾ ഏതാണ്? നമ്മുടെ കവിതയിലെ അവസാനത്തെ വരിയായിട്ടുള്ള ഏതാണ്? മാ കെ കന്ദോ സേ ഉതർത്തേ ഹി ഉതർ ഗയേ ഹമാരേ കന്ദേ. വരികളുടെ ആശയം ഇതുപോലെ എഴുതാൻ വരാറുണ്ടല്ലേ? അതുപോലെ തന്നെ കവിത ക ആശയ ലേഖേ എന്ന് ചോദിച്ചാൽ, കവിതയുടെ ആശയം എഴുതാൻ ചോദിച്ചാൽ എങ്ങനെ എഴുതാം എന്ന് നമുക്ക് നോക്കാം. हिंदी के प्रमुख कवि श्री नरेंद्र पुंडरीक द्वारा लिखी हुई सुंदर कविता है पुल बनी थी माँ. എന്താണ് പറയുന്നത്? ഹിന്ദി കെ പ്രമുഖ് കവി, ഹിന്ദിയിലെ പ്രമുഖ കവിയായ ശ്രീ നരേന്ദ്ര പുണ്ടരീക് ദ്വാര ലിഖി ഹുയി, നരേന്ദ്ര പുണ്ടരീക് എഴുതിയ സുന്ദർ കവിത ഹെ, സുന്ദര കവിതയാണ്, മനോഹരമായ കവിതയാണ് പുൽ ബനി ഥി മാ. യേ കവിത നരേന്ദ്ര പുണ്ടരീക് അപ്നെ മാ കെ പ്രതി അഗാധ് സമ്മാൻ ഹെ. ഈ കവിത നരേന്ദ്ര പുണ്ടരീക് തൻ്റെ അമ്മയോടുള്ള ബഹുമാനാർത്ഥം സമർപ്പിക്കപ്പെട്ടതാണ്. കവി കഹ്തേ ഹൈ कि पिता के गुजर जाने के बाद माँ बच्चों के बीच के एक पुल बन जाती है. कवि कहते हैं, कवि പറയുന്നു कि पिता के गुजर जाने के बाद, പിതാവ് മരണപ്പെട്ടതിനു ശേഷം മാ ബച്ചോ കെ ബീച്ച് കെ, അമ്മ മക്കൾക്കിടയിലെ ഏക് പുൽ ബൻ ജാതി ഹെ, അമ്മ ഒരു പാലമായിട്ട് മാറുന്നു. മാ പുൽ കെ സമാൻ ഹെ, അമ്മയൊരു പാലത്തിനെ പോലെയാണ്. മാ പരിവാർ കെ സദസ്യോं को आपस में जोड़ने वाली एक कड़ी है. അമ്മ കുടുംബാംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. माँ रूबी फूल से बच्चों की जिंदगी बेरोक टोक चलती रहती है. അമ്മ എന്ന പാലം കൊണ്ട് ബച്ചോं की जिंदगी, മക്കളുടെ ജീവിതം തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു. धीरे धीरे मानसिक और शारीरिक रूप से वो कमज़ोर होती गई. പതുക്കെ പതുക്കെ മാനസികവും ശാരീരികവുമായി അവർ കംസോർ ഹോത്തി ഗൈ, അവശയാവാൻ തുടങ്ങി, ദുർബലയാവാൻ തുടങ്ങി. യഹ് ദേഖ്കർ ബച്ചോं को यकीन हो गया कि माँ बूढ़ा हो गई है और माँ की देखभाल की जिम्मेदारी बेटों पर आ गई. അങ്ങനെ അമ്മയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മക്കൾക്കായി. വൃഷ്ഭ് ഹോനെ പർ ഭി ഉനെ അപ്നി മാ ഭാരി ലഗ്നെ ലഗി. നല്ല ശക്തരായിട്ട് പോലും, നല്ല ആരോഗ്യവാന്മാരായിട്ട് പോലും അമ്മ അവർക്കൊരു ഭാരമായി തുടങ്ങി. ഇസ്ലിയെ ബേട്ടെ അപ്നെ ദായിത്വ ബദൽത്തേ രഹേ,
അതുകൊണ്ട് തന്നെ മക്കൾ അവരുടെ ഉത്തരവാദിത്വം പരസ്പരം കൈമാറാൻ തുടങ്ങി. യഹ് ദേഖ്കർ മാ ഖുദ് കോ ബच्चों के दायित्व से अपने को मुक्त करा दिया. അതായത് യേ ദേഖ്കർ ഇത് കണ്ടിട്ട്, മാ ഖുദ് കോ അമ്മ സ്വയം, ബച്ചോं के दायित्व से മക്കളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്വയം, അപ്നേക്കോ സ്വയം, മുക്ത് കരാദിയ മുക്തയാക്കി. യാനി ഉൻകി മൃത്യു ഹോ ഗയി അതായത് അവർ മരണമടഞ്ഞു. ലേക്കിൻ മാ കെ ചലേ ജാനേ സെ ബേട്ടെ ബേസഹാരേ ബനെ പക്ഷേ അമ്മ മരണപ്പെട്ടതോടുകൂടി മക്കൾ നിരാശ്രയരായി മാറി. इस कविता के द्वारा कवि नरेंद्र पुंडरीक माँ बाप को संभालने के बच्चों के दायित्व की ओर सूचना की है. ഈ കവിതയിലൂടെ കവി നരേന്ദ്ര പുണ്ടരീക് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്വമാണ് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.